பார்த்து பிடிக்கல. ഒരു ജനങ്ങളുണ്ട്, അവരെ വയറ്റിലടിച്ചതുപോലെയല്ലേ. അവരെ വീട്ടിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുള്ളവരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അവർക്ക് ഇങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ കട അടച്ചിട്ട് സീല് വെക്കുന്നത്. 45 വർഷം കൊണ്ട് അവരെ ഞാനൊരു സ്റ്റാഫ് തന്നെ അവരെ വീട്ടില് അവരെ ചോറാണ് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. அட்ராசிட்டி நாங்கள் கிரைம் பண்ண மாதிரி இல்லீகலாக எதையும் வாங்கி விற்கிற மாதிரி அவங்களோட மெயின் இன்டென்ஷன் எங்களை வெளியேற்றணும். உள்ள வந்து ஸ்டாஃபை அடிக்கிறாங்க. எங்க ஸ்டாக் எடுக்காம எதுவும் எடுக்காம அவங்க பாட்டுக்கு உங்க கேஷ் எடுத்துக்கோ வெளியில போன்னு தள்ளி விட்டுருக்காங்க. ഒരു സമയം തരണമെന്നാണ് കോടതിയിൽ ആള് നിൽക്കണമെന്നാണ്. അതും കേട്ടില്ല. ഒന്നും നമ്മൾ ചെയ്യില്ല. ഞങ്ങൾ തടയാനെങ്കിലും പറയും. ഫോട്ടോ ഫോട്ടോ എടുത്തു വീട്ടിൽ വന്ന് രാത്രി നമസ്കാരം. ചാല മാർക്കറ്റിൽ ഇന്നിപ്പോൾ ഒരു കട അടയ്ക്കുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നിയമവിരുദ്ധമായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ MRT എന്ന് പറയുന്ന ഒരു കടയാണ് ക്ലോസ് ചെയ്യാൻ വേണ്ടി എത്തിയത്. പക്ഷേ ഇവിടെ എത്തിയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം പ്രവർത്തനങ്ങൾ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള തരത്തിലുള്ള രീതികളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് അവർ അവരുടെ നിയമ നടപടി കൈക്കൊള്ളാൻ വേണ്ടി എത്തിയതാണെങ്കിലും പക്ഷേ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ അടക്കം, അതായത് ഈ സ്ഥാപനത്തിന്റെ മുതലാളിയല്ല, അവിടുത്തെ മാനേജറല്ല, അങ്ങനെയുള്ള ആളുകളൊന്നുമല്ല, ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയൊക്കെ മാറ്റി നിർത്തി ഇവിടെ ജോലി ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ആക്രമിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കട അടച്ചതിനു ശേഷം അവിടെ നിന്നും തൊഴിലാളികളെ ഇറക്കി വിടുന്ന സാഹചര്യം, വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ, പോലീസുകാരും ഉദ്യോഗസ്ഥരും തമ്മിൽ കയ്യാങ്കളി അടക്കം ഉണ്ടാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ചാല മാർക്കറ്റിൽ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന കടകൾ ക്ലോസ് ചെയ്യാനാണ് ഞങ്ങൾ ഉത്തരവ് കിട്ടി വന്നത് എന്ന് പറയുമ്പോഴും ഈ ഒരൊറ്റ കട മാത്രമാണ് ക്ലോസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴാണ് അത് പ്രത്യേകമായിട്ട് ഒരാളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ എന്നുള്ള സംശയമടക്കം വരുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇവിടുത്തെ തൊഴിലാളികളോട് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നത് അവരോട് തന്നെ ചോദിച്ചറിയാം. ചേച്ചി, രാവിലെ ജോലിക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുന്ന സാഹചര്യം, ശരിക്കും എന്താണ് ഇവിടെ ഉണ്ടായത്? ശരിക്കും ഉണ്ടായെന്ന് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് കോർപ്പറേഷൻകാർ വന്ന് ഞങ്ങളെ ഇറക്കാൻ ശ്രമിച്ചത്. അവർ പറഞ്ഞ നമുക്ക് ലൈസൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. സാറും മാഡം പോയപ്പോൾ അവർ ലൈസൻസ് തരാതെയാണ്, നമുക്ക് ലൈസൻസ് പുതുക്കേണ്ടതാണ്. അപ്പം പുതുക്കാൻ ലൈസൻസിന് കൊടുത്തിട്ട് അവർ തരാതെയാണ് പെട്ടെന്ന് ഒരു ഇത് വന്ന് ഞങ്ങളെ പുറത്തിറക്കിയത്, അറിയിപ്പ് തരാതെ. കാരണം അത് നമുക്കിപ്പം ലൈസൻസ് അവർക്കിപ്പം ഞങ്ങളുടെ പ്രകൃതിയായിട്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ഒരു ദോഷം ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ പുക മലിനീകരണോ അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടുള്ള ഒരു ഇതും ഞങ്ങൾ ഇവിടെ ചെയ്യുന്നില്ല. ഞങ്ങളിപ്പം കുറച്ച് സ്റ്റാഫുകൾ ഇവിടെ വേറെ ഒരു പ്രശ്നം ഇല്ലാതെയാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് കോർപ്പറേഷന്റെ ലൈസൻസ് നമുക്ക് തരാതിരുന്നിട്ടാണ് എടുപിടി എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഇപ്പൊ ഞങ്ങളെ ഇതൊന്ന് കട കൂട്ടിയിട്ട് പോയത്. ഒന്നും നടക്കുന്നില്ല. ഒറ്റ ദിവസം കൊണ്ടാണ് ഇത് നടന്നിരിക്കുന്നത്. ഓണർ എവിടെ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, സാർ ഇവിടെ സ്ഥലത്തില്ല. സാറും സംസാരിക്കാൻ പോയിരിക്കുകയാണ്. പാർട്ടീഷന്റെ സംസാരത്തിന് വേണ്ടി പോയി. ഇത് അനിയനും ചേട്ടനും തമ്മിലുള്ള വഴക്കാണ്, അല്ലാതെ ഇത് ഈ കടയ്ക്ക് വേണ്ടിയിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ഈ ചാലക്കകത്ത് എത്രയോ കടകൾ ലൈസൻസ് ഇല്ലാതെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതെങ്കിൽ ഈ കോർപ്പറേഷൻകാരെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കേണ്ടതല്ലേ? ഈ 100 പേര് വയറ്റി തടിക്കേണ്ട ഒരു ആവശ്യം ഇപ്പോഴില്ല. കാരണം ലൈസൻസ് ഇല്ലെങ്കിൽ ആ ലൈസൻസ് നമുക്ക് അടുത്ത അപ്രൂവൽ നമ്മൾ കൊടുക്കുമ്പോൾ അത് അവർ അപ്രൂവ് തരേണ്ടതാണ്. ഞങ്ങളിവിടെ വേറൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ഇവിടെ കടയിൽ വരുന്നത് സ്റ്റീൽ പാത്രങ്ങൾ ഐറ്റങ്ങൾ നമ്മളിവിടെ വിൽക്കുന്നതാണ്. അതിപ്പം മീഡിയക്കാർക്ക് നല്ല എല്ലാവർക്കും അറിയാന്നുള്ള, ഇവിടെ സാധനം വാങ്ങിക്കാൻ എല്ലാവരും വരണയാണ്, അവർക്കറിയാന്നുള്ള കാര്യമാണ് നമ്മളിപ്പം എന്താണ് നമ്മൾ വിൽക്കുന്നതെന്ന്. അല്ലാതെ പൊടി മലിനീകരണോ അങ്ങനെയുള്ള മലിനീകരണമായിട്ടോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ദോഷകരമായിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ ഇവിടെ ചെയ്യുന്നില്ല. ഒരു കടയെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നു. ഒരു കടയെ മാത്രമായിട്ടാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇതിപ്പം വേറെ ഒന്നുമല്ല, ഇതിപ്പം കട പൂട്ടിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഇവർ പൈസ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളൊരു സ്വാധീനം കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ഈ കട മാത്രം പൂട്ടണമെന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഇത് വന്നത്. അല്ലെങ്കിൽ ലൈസൻസിന് നമ്മളിപ്പം കൊടുക്കുമ്പോൾ നമുക്ക് ലൈസൻസ് ഇപ്പം 1-2 വർഷം കൊണ്ട് ഇത് നടക്കുന്ന സ്ഥാപനമല്ല, 10-60 വർഷത്തിൽ കൂടുതലായി ഈ സ്ഥാപനം നിലനിന്ന് പോകുന്നതാണ്. അപ്പൊ ആ സ്ഥാപനത്തിൽ ലൈസൻസ് ഇല്ലാതല്ല ഇത്രയും വർഷം പ്രവർത്തിച്ചു വന്നത്. കാരണം ഈ MRT ബിസിനസ്സിന് തോപ്പിക്കാൻ ഇവിടെ ചാലയിൽ ഒരു കടയിലും പറ്റുന്നില്ല. അതുകൊണ്ടുള്ള ഭയങ്കരമായ വൈരാഗ്യം കാലങ്ങളോളം ഉണ്ട്. MRT ഇതിനെ കസ്റ്റമറിന്റെ ഇടയിൽ ചോദിച്ചറിയാം. ഇവിടെ നിന്നല്ല എറണാകുളത്ത് നിന്ന് വരെ ഇവിടെ കസ്റ്റമർ വന്ന് സാധനം വാങ്ങുന്നതാണ്. ഇവിടത്തെ പോലെ ക്വാളിറ്റി സാധനവും വില കുറഞ്ഞ സാധനവും ഒരിടവും കിട്ടൂല. അതുകൊണ്ടാണ് ഇവിടെ കച്ചവടം നടക്കുന്നത്. അപ്പൊ അതോർത്ത് കടയെ പൊട്ടിച്ച് ഞങ്ങളെ എല്ലാം പട്ടിണിയാക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ 100ഓളം സ്റ്റാഫുണ്ട്, 100 പേര്. അപ്പൊ നമ്മൾ ഈ 100 സ്റ്റാഫുകളും നമ്മളെ കുടുംബങ്ങളെല്ലാം ഇത് വെച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. രാവിലെ വന്ന് രാത്രി വരെ ഞങ്ങൾ കിടന്ന് ജോലി ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് എല്ലാം നല്ല രീതിക്കാണ് നടക്കുന്നത്. ഈ പോലീസ് നിങ്ങളോട് മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറയുന്നത് കേട്ടോ, അതെന്താണ് സംഭവം? പോലീസ് ഞങ്ങളുടെ പ്രായമുള്ള ആൾക്കാരെ
പോലീസ് ഉപദ്രവിച്ചോ? പള്ളി ചേട്ടൻ ഇവിടുത്തെ സ്റ്റാഫാണ്. ചേട്ടാ സങ്കടമായതുകൊണ്ട് കരയാണോ അതോ വേദനയായിട്ട് കരയാണോ? നോക്കാതെ ഞാൻ ഷട്ടി പിടിച്ച് ഞാൻ തള്ളി കണ്ടിരിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് എന്നിട്ട് എന്നെ പിടിച്ച് തള്ളിയത് ഒരു പോലീസുകാരാണ്. പൈസ നോക്കാതെ പിടിച്ച് തള്ളയും അടിക്കുകയാണ് ചെയ്തത്. കളിച്ചുകാരെ പിടിച്ച് തള്ളുകയാണ് ചെയ്തത്. ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്നെ തള്ളിയിട്ട പുള്ളി ഒരു അടി അടിച്ചത്. ഈ പിള്ളേർക്ക് നോക്കണം. അടിച്ച് പിടിക്കണ്ട. ഇപ്പോൾ പറഞ്ഞു വന്നത് ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. പോലീസ് അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റാൻ വേണ്ടി വന്നതാണെങ്കിലും ഇവിടുത്തെ ജോലിക്കാരെ അവർക്ക് പോലും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയില്ല. നിയമ നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇറങ്ങി കൊടുക്കാം എന്ന് പറയുന്നത്. പക്ഷേ 1 മണിക്കൂർ സംസാരിച്ചു എന്നത് പറഞ്ഞുകൊണ്ട് ഇവരെയൊക്കെ തന്നെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് പോലീസ് കയ്യാങ്കളിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്നത്. വന്നപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കണം. പക്ഷെ ഇത് എന്തായാലും 100 ജനങ്ങളുണ്ട്. അവരെ വയറ്റിലടിച്ചതുപോലെയല്ലേ. അവരെ വീട്ടിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുള്ളവരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അവർക്ക് ഇങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ കട അടച്ചിട്ട് സീല് വെക്കുന്നത്. ഇതിനു മുൻപേ ഇതുപോലെ ആയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് സാധനം വാങ്ങാൻ വേണ്ടി വന്ന സമയമാണ് ഇങ്ങനെ പ്രശ്നം. ആളുകൾ അതിനകത്തിട്ട് കുറെ അടിയൊക്കെ കൊടുത്ത് കണ്ടതാണ്. ഞങ്ങള് അടിച്ച് പോലീസുകാരടിക്കുന്ന ചേച്ചി നേരിട്ട് കണ്ട് അടിച്ചു. പുറത്ത് ഇറക്കി വിട്ടു, വലിച്ചെടുത്തിട്ടു. താഴെ അകത്തിരുന്നവരെ വലിച്ചെടുത്ത് താഴെ ഇട്ടു. ഇതാണ് അവസ്ഥ. നമ്മൾ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ പോലീസുകാരുടെ നടപടി അത് ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിലാണ് എന്നുള്ളതാണ്. അവർ നിയമം നടപ്പിലാക്കാൻ വന്നതാണെങ്കിൽ അത് നടപ്പിലാക്കാം, അത് അവരുടെ അവകാശമാണ്, ഉത്തരവാദിത്തമാണ്. പക്ഷേ അത് നടപ്പിലാക്കുന്ന രീതിയിലാണ് പ്രശ്നം. എന്തായാലും ഇങ്ങനെ ഇപ്പോൾ ഉപഭോക്താക്കൾ അടക്കം പറയുന്നത് ഒരു ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു കടയെ ഇത്തരത്തിൽ അടച്ചിടുന്നത് എന്നുള്ള കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അല്ലെങ്കിൽ അവരൊക്കെ പോയി കഴിഞ്ഞിട്ടും ഇവിടെ നിന്ന് തൊഴിലാളികൾ ഇവിടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നത് അവരോട് തന്നെ ചോദിക്കാം. ഞാനൊരു സ്റ്റാഫ് തന്നെ അവിടുത്തെ അവരെ വീട്ടില് അവരെ ചോറാണ് കൊണ്ടോണ്ടിരിക്കുന്നത്. ഒരു സഹായിക്കുന്ന പാർട്ടിയാണ് ഇവര്. ഒരു എന്തെങ്കിലും വന്നാലും സഹായിക്കുന്ന വയ്യാതായാലും പുളിയതായാലും എല്ലാം அட்ராசிட்டி நாங்க கிரைம் பண்ண மாதிரி இல்லீகலா எதையும் வாங்கி விக்கிற மாதிரி அவங்களோட மெயின் இன்டென்ஷன் எங்களை வெளியேற்றணும். உள்ள வந்து ஸ்டாஃபை அடிக்கிறாங்க. எங்க ஸ்டாக் எடுக்காம எதுவும் எடுக்காம அவங்க பாட்டுக்கு உங்க கேஷ் எடுத்துக்கோ வெளியில போன்னு தள்ளி விட்டுருக்காங்க. எங்களை நாங்க வாங்கினவங்க வச்சவங்களுக்கு நாங்க என்ன பண்ண முடியும்? அவங்களோட இன்டென்ஷன் எங்களை பூட்டி வெளியில ஜிஎஸ்டி லைசன்ஸோட ரன் பண்றோம். கார்பரேஷன்ல ஒரு இஷ்யூனா நாங்க ஒன்னும் டாக்ஸ் கட்டாம எதுவும் கட்டாம கிடையாது. இங்க லைசன்ஸை கொடுத்துட்டு பின்னாடி வந்து முதல்ல குத்துவாங்களா? ஓடி இருக்கும் அவங்க உள்ள வந்து அவங்க பாட்டுக்கு അടിക്കാണ് ചെയ്തത്. താഴെ ഇരിക്കാണ് ചെയ്തത്. എല്ലാവരും അടിക്കാണ് ചെയ്തത്. നിങ്ങൾ ഇറങ്ങി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇറങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞു. 100 പേരുടെ വയറ്റ് പ്രശ്നമാണ്. ഇത് എന്തെങ്കിലും ഒന്നായ ഞങ്ങളൊക്കെ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടാണ്. നമ്മളെ കഷ്ടത്തിലാണ്. ഞങ്ങൾ സാർ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. 100 പേർക്ക് ജീവിതം തന്നതേ ഉള്ളൂ. 100 സ്റ്റാഫുകളുണ്ട് ഇവിടെ. ഞങ്ങൾ 100 സ്റ്റാഫുകൾ ഈ പോലീസുമാരെ വന്ന ഉടനെ ഇ ഡി കേസ് ഞങ്ങൾ പറയുന്ന ആവശ്യം ഞങ്ങൾ ജീവിക്കാനല്ലേ വന്നത്? ഞങ്ങളെ 100 പേരെ പുറത്തയക്കാം. 10-100 ഒരു വയസ്സാണ് ആള് അടിച്ച വെളിയിറങ്ങേണ്ട അവകാശമില്ല അവർക്കില്ല. അവര് ചവിട്ടേണ്ട ആവശ്യമില്ല. അവർ അച്ഛന്റെ ഭയം വരും ആ പോലീസുകാരന്. എന്നിട്ട് അവര് അടിച്ച വെളിയിറങ്ങേണ്ട ആവശ്യം അത് പറയണം. പൈസ തള്ളിയവര് പൈസ പൊടിച്ച് പൊക്കിയാണ് തള്ളിയവര്. വയസ്സ 80 വയസ്സായി കളവനാ എല്ലാരും മൊത്തത്തിൽ എല്ലാരും ചീത്ത വിളിച്ച് ഇറങ്ങി പോകാന്നും പറഞ്ഞോണ്ട് ചീത്ത വിളിച്ച് മുട്ട ചീത്ത വിളിച്ച് നമുക്കതിപ്പം പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ് മുഖത്ത് നോക്കി ചീത്ത വിളിച്ചത്. പോലീസുകാർ ഇങ്ങനെ അന്യായം കാണിക്കാൻ എന്തിനാണ്?
ഞങ്ങൾ ഉപജീവന മാർഗത്തിനാണ് ഇവിടെ വരുന്നത്. വയസ്സായ ബഹുമാനിക്കുന്ന ഒരാളിനെയാണ് ഇടിച്ച് തള്ളിയിട്ടത്. അത് തെറ്റല്ലേ? ഒരു വയസ്സായ ആളിനെ എങ്ങനെ ചെയ്യാൻ കൊള്ളാം? പോലെ ഇവർ വരുന്നത് പേപ്പർ ഇല്ല, ലീഗലായിട്ട് തെറ്റായിട്ടാണ് സ്ഥാപനം വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു. ശരിക്കും പേപ്പർ ഉണ്ടായിരുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥാപനം നടത്തുന്ന ഒരു സ്ഥാപനം നടത്തുന്നെങ്കിൽ കോർപ്പറേഷന്റെ ട്രേഡ് ലൈസൻസ് ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഒരു അപേക്ഷ MRT മെറ്റൽ മാർട്ടിന്റെ പ്രൊപ്പറേറ്റർ N. രവീന്ദ്രൻ കോർപ്പറേഷൻ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ സംബന്ധിച്ച് ഒരു ട്രേഡ് ലൈസൻസ് നടത്തണമെങ്കിൽ ആ സ്ഥാപനം ഇരിക്കുന്ന വസ്തുവിൽ ഒന്നിന് കൂടുതൽ ഉടമസ്ഥരുണ്ടെങ്കിൽ എല്ലാവരുടെയും NOC ഉണ്ടെങ്കിലേ ട്രേഡ് ലൈസൻസ് നൽകുകയുള്ളൂ എന്നുള്ള സ്റ്റാൻഡിലാണ് ഈ സെക്രട്ടറി നമ്മുടെ ലൈസൻസ് അനുവദിക്കാതെ പോയത്. പക്ഷേ അങ്ങനെ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വസ്തുവിൽ ഒന്നിന് കൂടുതൽ ഉടമസ്ഥരുണ്ടെങ്കിൽ ഈ NOC ബാക്കി ഉടമസ്ഥ NOC നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമ ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നിട്ടും അതൊന്നും പാലിക്കാതെയാണ് ഇങ്ങനൊരു നമ്മുടെ അപേക്ഷ തള്ളിയത്. അതും തള്ളിയത് ഈ വെള്ളിയാഴ്ചയാണ് തള്ളുന്നത്. മിനിമം ഒരു 7 ദിവസം സമയം പോലും മനുഷ്യന് ഒരു ആൾക്ക് നൽകാതെ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസിന്റെ കംപ്ലീറ്റ് വയലേഷൻ ആയിട്ടാണ് ഇപ്പൊ തിരുവനന്തപുരം നഗരസഭ ഇപ്പം ഇങ്ങനെ ഒരു മൂവ്മെന്റിൽ പോയേക്കണം. ഒന്നിൽ കൂടുതൽ ആളുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഈ സ്ഥാപനം MRT എന്ന് വെച്ചാൽ സ്ഥാപനം ഉദ്ദേശിക്കുന്ന ഈ സ്ഥാപനം ഇരിക്കുന്ന ബിൽഡിങ്ങിന്റെ വസ്തു അതിൽ 4 കോ ഓണേഴ്സ് ആണുള്ളത്. ഒന്ന് രവീന്ദ്രൻ, അമ്മ, 2 സഹോദരങ്ങൾ. ബാക്കി എല്ലാവരും അവർ കൺസേൺ നൽകിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഈ സുവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു സഹോദരനാണ് നൽകാത്തത് കൊണ്ടാണ് ഇപ്പം ലൈസൻസ് നൽകാത്തത്. അല്ലാതെ വേറെ നടത്തിപ്പിന് വേറെ കുഴപ്പങ്ങളോ ഈ ബിസിനസ് നടക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അതോ ഇത് ട്രസ്പാസ് നടത്തണം അങ്ങനൊന്നുമില്ല. അപ്പോൾ എന്നാലും ഒരു 7 ദിവസം സമയം നമ്മൾ ചോദിച്ചിട്ടും നമ്മൾ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു, VV രാജേഷ് മേയറിനോട് ആവശ്യപ്പെട്ടു. ഇങ്ങനെ ഒരു സ്ഥാപനമാണ്, വർഷങ്ങൾ നടക്കുന്ന ഒരു സ്ഥാപനമാണ്, ഇത്ര 100ഓളം ജീവനക്കാരുണ്ട്, നമുക്കൊരു ചെറിയൊരു സാവകാശം തരണം. നമുക്ക് 7 ദിവസം സമയം ചോദിക്കുന്നുള്ളൂ, പലപ്പോഴും ചോദിക്കുന്നില്ല. അതൊന്നും കേൾക്കാതെ നമ്മൾ എവിടെ നിന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടും ഒരു കാര്യം നോക്കാതെ പെട്ടെന്ന് കയറി ചെയ്ത നടപടിയാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരുപാട് ജീവിതവും നമ്മുടെ ന്യായവുമാണ് ഇവിടെ ലംഘിച്ചിരിക്കുന്നത്. നിയമപരമായിട്ട് പേപ്പറുകളൊക്കെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിന് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ഒരു തടസ്സം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും പിൻബലം ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? രാഷ്ട്രീയ പിൻബലം ഉണ്ടാകാം. ഇതിൽ നമ്മളെ എതിർത്ത് നിൽക്കുന്ന ആള് ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ചെയ്തത് ഉണ്ടാവും. പക്ഷെ എന്നാലും ഒരു മിനിമം ഒരു 7 days ടൈമെങ്കിലും നോട്ടീസ് പീരീഡെങ്കിലും ഒരാൾക്ക് നൽകണം. ഒരാൾക്ക് ഇങ്ങനെ ഇത്രയും വലിയൊരു ബിസിനസ് നിർത്താൻ പോവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു ചെറിയൊരു സമയം നൽകണമായിരുന്നു. വെള്ളിയാഴ്ച ഓർഡർ വരുന്നു, ഈ വെള്ളിയാഴ്ച ഓർഡർ വരുന്നു, ഇന്ന് പൂട്ടിക്കുന്നു. ഒരു 3-4 ദിവസമേ നൽകിയിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മുടെ റൈറ്റ്സിന്റെ വളരെ വലിയ ലംഘനമാണ്. അതിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് വലിയൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ. ഈ സ്ഥാപന ഉടമ ഇപ്പോൾ സ്ഥലത്തില്ല എന്ന് കൂടെ പറഞ്ഞു. സ്ഥാപന ഉടമ ഇപ്പൊ സ്ഥലത്തില്ല. പുള്ളി തമിഴ്നാട് നിവാസികളാണ്, വർഷങ്ങളുടെ കൂടെ വന്നാണ് ജോലി ചെയ്യുന്നത്. പുള്ളി ഇന്ന് സ്ഥലത്തില്ലായിരുന്നു. പുള്ളി സ്ഥലത്തില്ലാത്ത സമയം നോക്കി ഇന്ന് തന്നെ വന്ന് ചെയ്തതായിട്ടാണ് നമുക്ക് അറിവ് കിട്ടിയത്. നമ്മൾ എത്ര പറഞ്ഞിട്ടും അവർ കേട്ടില്ല, ഇന്ന് തന്നെ ചെയ്യും എന്നുള്ള രീതിയിൽ 1 ദിവസം പോലും മാറ്റില്ല എന്നുള്ള രീതി പറഞ്ഞാണ് ഇന്ന് തന്നെ വന്നാണ് ചെയ്തത്. എന്താണ് ഇനി മുന്നോട്ടുള്ള നിയമ നടപടി? അതായത് ഇപ്പോൾ തൊഴിലാളികളോട് സംസാരിക്കുമ്പോൾ അവരോട് ഈ വന്ന സമയത്ത് തന്നെ പോലീസുകാർ പറയുകയാണ്, നിങ്ങൾ മാറി നിന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ കയറി ഞങ്ങൾ അറസ്റ്റ് ചെയ്യും, അതിനുള്ള നിയമമൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ ഉപദ്രവിച്ചു എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഈ തൊഴിലാളികൾക്ക് വേണ്ടി ഇനി എന്തെങ്കിലും നിയമ നടപടി ഉണ്ട്? നമ്മള് ഇപ്പം ഒരാൾ ഫോഴ്സ് ഉപയോഗിക്കുക, നമുക്ക് മാറാൻ പറയാം. പക്ഷെ ഇവിടെ അടിക്കുക വരെ ചെയ്തിട്ടുണ്ടായി. സ്ത്രീകളെയും എല്ലാം ഉണ്ടായി, പുരുഷ പോലീസ് ഓഫീസേഴ്സ്. അതൊന്നും പാടില്ല. നമ്മൾ അടി കിട്ടിയ ആൾക്കാരുടെ പറഞ്ഞിട്ടുണ്ട്, പരാതി പറഞ്ഞിട്ടുണ്ട്, അടിച്ച പോലീസ് ഓഫീസറെ കണ്ടിട്ടുണ്ട്. അതിനെതിരെ നിയമ നടപടികൾ ഇവർ സ്വീകരിക്കുന്നതാണ്. അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ നമുക്ക് TN എന്ന് சொல்லி ஒரு സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് നെക്സ്റ്റ് മന്ത് വരെയും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ബട്ട് അത് ഇவ்வளவு சீக்கிரம் வந்து നമുക്ക് കാലാവധി തന്നിട്ടില്ല. എക്സ്പയറി ഡേറ്റ് ഉണ്ടായിട്ട് നമുക്ക് അത് നോക്കാൻ വേണ്ടി ആൾ പോയിട്ടുണ്ട്. 2 മണിക്കൂർ സമയം തരണമെന്നാണ് കോടതിയിൽ ആൾ നിൽക്കണമെന്നാണ്. അതും കേട്ടില്ല. മലയാളി ഇവിടെ ഇല്ല. നമ്മൾ പറഞ്ഞ മലയാളി ഇല്ല, നമ്മളെ സ്റ്റാഫുകളാണ്, നമ്മൾ ജോലിക്കാരാണ്. നമുക്ക് അടക്കാൻ പറ്റൂല. നമ്മൾ സാവാസി നിറം പറഞ്ഞിട്ട് അവിടെ കേൾക്കാതെ അവർ പിടിച്ച് തള്ളിയും അടിക്കുകയും ചെയ്താണ് ഒരു ആൾക്കാർ വെളിയിറക്കിയത്. കടയുടമ ഇവിടെ ഇല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഈ ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് ഇത്തരത്തിലൊരു കട അടച്ചേ പോകൂ എന്നുള്ള നിലപാടെടുത്തതെന്നാണ് പറയുന്നത്. ഈ പറയുന്നത് പോലെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമെങ്കിൽ 2 മണിക്കൂറെങ്കിലും സമയം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും ഇല്ല, കട അടയ്ക്കും എന്നുള്ള തീരുമാനത്തിലായിരുന്നു പോലീസുകാർ. എന്തായാലും കട ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. ഈ പറയുന്ന 50-ലധികം ജോലിക്കാർ, ഈ 100ഓളം ജോലിക്കാരുണ്ട് എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പോ ഇത്രയും ആളുകൾ പോലീസുകാര് അവരെ സംരക്ഷണത്തിന് വന്നതാണ്. പക്ഷെ ശരിക്കും പോലീസുകാരാണ് പിന്നെ ഗുണ്ടായുസത്തിന്റെ
കോർപ്പറേഷന്റെ പേരിൽ ഇതെല്ലാം ചെയ്തത്. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരല്ലേ മെയിനായിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അവരല്ല ചെയ്തത്. പോലീസുകാരാണ് മെയിനായിട്ട് കാര്യങ്ങൾ ചെയ്തത്. മനസ്സിലായില്ലേ? അവരെ പാവകളെ പോലെ നിന്ന് പോലീസാണ് മെയിനായിട്ട് നിന്ന് കാര്യങ്ങൾ. പോലീസ് അവരുടെ സംരക്ഷണത്തിന് വന്നതെന്നാണ് പറഞ്ഞത്, ആദ്യമേ പറഞ്ഞത്. പിടിച്ചോണ്ട് പോകുന്നവരെ പറഞ്ഞു, ഞങ്ങളെ രാത്രി വീട്ടിൽ വന്ന് പിടിച്ചോണ്ട് പോകും, നിങ്ങൾ പുറത്തിറങ്ങാത്തൊരു ഹൈക്കോടതിയല്ല സുപ്രീം കോടതി വരെ പോയെന്ന് ജാമ്യത്തിന്റെ ഇത് വേണ്ടിയവര് ആദ്യം ഞങ്ങളെ ED കേസാണ് പറഞ്ഞത്. ED കേസ് പറഞ്ഞാണ് ED കേസ് ചുമത്തി നിങ്ങളെ അകത്താക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങിപ്പോ അവരെ ഒരു തടസ്സത്തിനും ഞങ്ങൾ നിന്നില്ല. വേറൊരു ജോലി എനിക്കില്ല. അവരെ നിങ്ങൾ എന്താണെങ്കിലും എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കേസിൽ പ്രതിയായ റിമാൻഡായി പോകും. ജാമ്യം എടുത്താൽ പുറത്തിറങ്ങി ഇവരാരെങ്കിലും കൊണ്ട് നിങ്ങൾ ജാമ്യം ഒന്നും നമ്മൾ ചെയ്യല്ലോ. ഞങ്ങൾ തടയാനെങ്കിലും പറയും, ഫോട്ടോ വീട്ടിൽ വരെ രാത്രി നമ്മളതിൽ പോയി വെറുതെ ആവശ്യം തലവെക്കും. എല്ലാവരും അറസ്റ്റ് ചെയ്തായിരുന്നു. ലൈസൻസിനകത്ത് ഒരു വർഷം കൊണ്ട് പ്രൊസീഡിങ്സ് കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മൾ. 2022 മുതൽ ലൈസൻസ് ഇല്ല. നമ്മൾ അവർക്ക് നോട്ടീസ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതാണ് അധികാരപത്രം കൂട്ടാനുള്ള. ലാസ്റ്റിൽ അവർക്ക് കൊടുത്ത ഇതാണ്, അവരെല്ലാം നിരസിച്ചുകൊണ്ടുള്ള. എന്നിട്ട് ഒരു 2 ദിവസം ടൈം കൊടുക്കും. എന്തെങ്കിലും സ്റ്റേ ഓർഡർ എന്തെങ്കിലും വാങ്ങിക്കുന്നെങ്കിൽ വാങ്ങിച്ചോളൂ. അതല്ല സാർ, ഇപ്പൊ നടത്തിക്കൊണ്ടൊരു സ്ഥാപനം 10-100 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനം അല്ല സാർ. അതെ, നമുക്കിവിടെ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ, ഒത്തിരി സ്ഥാപനങ്ങൾ ഇവിടെ ലൈസൻസ് ഇല്ലാതെ കൊണ്ട്. അപ്പൊ ഈ ഒരു സ്ഥാപനത്തിൽ മാത്രം വന്ന് പ്രത്യേക എന്തെങ്കിലും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പൊട്ടിക്കാം. സ്ഥാപനം പൊട്ടിക്കാനാണ് വന്നെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ സാർ? പൊട്ടിക്കാൻ അല്ലാതെ എന്താണ് പരിഹാരം? തൽക്കാലം എന്താണ് ലൈസൻസ് എടുപ്പിക്കുന്നത് എന്താണ് പരിപാടി? അല്ലെങ്കിൽ ലൈസൻസ് എന്താണ് നമുക്ക്? അല്ല, അതെ അതെ, നമുക്ക് അതിനകത്ത് അടുത്ത പരിപാടി നമുക്കിപ്പം സാർ, ഇപ്പം നമ്മളിപ്പം സംഘടന വ്യാപാരി ഞങ്ങൾ അറിഞ്ഞത് ഇപ്പോഴാണ് സാറ് വന്ന പറഞ്ഞാൽ അറിയുന്നത്. നമുക്ക് അതിനകത്ത് എന്താണ് സൊല്യൂഷൻ എന്ന് കണ്ടപ്പോ അല്ല ചാടിക്കടി പോയി സാധനം കുറച്ച് ലീഗൽ വിഷയങ്ങളുള്ള സ്ഥാപനം ഇവിടെ ഒരു കോടതി പോയി അനിയഞ്ച തമ്മിലുള്ള ലീഗൽ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് കോടതി കേസ്. അതെ അതെ, ലൈസൻസുമായി ബന്ധപ്പെട്ട സാർ ലൈസൻസ് അത് സ്റ്റേ ഓർഡർ വാങ്ങിക്കാം. പിന്നെ സ്റ്റേ ഓർഡർ കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ കേസ് കണ്ടിന്യൂ ചെയ്യാം. എന്തെല്ലാം ഇതുണ്ടായിരുന്നു. അവർക്ക് 2-3 എത്ര ദിവസം അവർക്ക് സമയം, ഒരു വർഷം. ഈ നോട്ടീസ് ഇഷ്യൂ 4-ാം തീയതി ഇഷ്യൂ, ശനിയാഴ്ച ഇഷ്യൂ നോട്ടീസ്. അപ്പൊ ശനിയാഴ്ച ഇഷ്യൂ നോട്ടീസിനകത്ത് ബുധനാഴ്ച 2 ദിവസം സമയമുള്ളൂ. അതിനകത്തൊന്നും സാർ പൊട്ടിക്കൽ നടപടി സാർ. അതിനൊരു ഇതില്ലേ, അതിനൊരു ടൈമിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ നിർത്തിയിട്ട് പോകും. നമ്മൾ മുകളിൽ മേലുദ്യോഗസ്ഥൻ നമ്മൾ പറയുന്നത് അനുസരിച്ചാലോ സാർ. മേലുദ്യോഗസ്ഥൻ പറഞ്ഞു ഞങ്ങൾ വ്യാപാരി ഭാരകൾ എത്തപ്പെട്ടിട്ടുണ്ട്. അത് എനിക്ക് നിങ്ങൾ ആ രീതിയിൽ എനിക്ക് വിളിച്ച് പറയേണ്ട കാര്യമില്ല, ഞാൻ വിളിച്ച് പറയത്തുള്ളൂ. എനിക്ക് ഒരു അധികാരപത്രം തന്നു, ഇത് കൂട്ടണമെന്ന് പറഞ്ഞ് അധികാരപത്രം തന്നു, ഞാനത് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി ചെയ്യും. അത് നിങ്ങൾ അത് തടയാൻ പറ്റുമോ? അത് തടയണമെങ്കിൽ കൂട്ടിയിട്ടേ പോകും. പൂട്ടിക്കുന്നതിന് പൂട്ടിട്ടിപ്പോ പോലീസ് പ്രൊട്ടക്ഷനോട് പൂട്ടിക്കാനൊക്കെ ഇല്ല. അറിയാമല്ലോ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് നമ്മൾ വെറുതെ ഇഷ്യൂ ഉണ്ടാക്കി നമ്മൾ തടഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. സാർ സമ്മതിച്ചു ഇല്ലെന്ന് പറഞ്ഞത് ഞങ്ങളിപ്പോ നിയമപരമായ കാര്യങ്ങൾ ലൈസൻസ് ഇല്ലാതെ സ്ഥാപനം പ്രവർത്തിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അവരതിന്റെ പ്രൊസീജിയർ പറഞ്ഞു കഴിഞ്ഞു. ഉദ്യോഗസ്ഥർക്ക് അതിന്റെ പരിമിതികളുണ്ട്. തീർച്ചയായിട്ടും അവരെ പരിമിതിക്കുള്ളിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അവർ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവരുടെ മേലുദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അവര് ജോലി ചെയ്യാൻ സമ്മതിക്കുക, അത്രേ ഉള്ളൂ. ജോലിയെ സമ്മതിക്കും. ഞങ്ങൾ
അടിച്ചില്ലേ ഇവരെന്തായാലും ഇവിടെ കാണുമല്ലോ. സ്റ്റാഫുകൾ അടുത്ത് എന്തൊരു അധികാരമുണ്ട് ഇവർക്ക്? അത് പറയട്ടെ ഇവരാദ്യം. സ്റ്റാഫുകൾ അടിക്കാനുള്ള ഒരു അധികാരമില്ല ഇവർക്ക്. കോർപ്പറേഷൻ അധികാരികളുടെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. കോർപ്പറേഷൻ അധികാരികളുടെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. കോർപ്പറേഷൻ അധികാരികളുടെ ഗുണ്ടായിസം നിങ്ങളായിട്ട് വരുത്തി വെച്ചു. അത്രേ ഉള്ളൂ. ശരി, അതെടുത്തോ. അവർ ഉപദ്രവിച്ചെന്ന് സമ്മതിച്ചാൽ അതെടുത്താ അത് മതി. അവരെ സംബന്ധിച്ച് പോലീസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അടിച്ചത് അതും കൂടെ ഒച്ചത്തി എടുത്തോ. ശമ്പളം മാസം വേളയിൽ തൊഴിലാളികൾ അടിക്കാൻ പറഞ്ഞു. ആ വയസ്സായവരെ
എല്ലാ കടയിലും ലൈസൻസ് ഉണ്ടോ? എങ്കിൽ കോർപ്പറേഷൻകാർ അതൊന്നും നോക്കിയിട്ട് പറഞ്ഞോ. എല്ലാ കടയിലും ലൈസൻസോടെയാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ കടയിലും ലൈസൻസോടെയാണ് പ്രവർത്തിക്കുന്നത്. ഇവർ നോക്കാൻ അടിച്ചത് പറഞ്ഞത് ദ്രോഹിയാണ്.